മസാലയാണ്. അതിനുവേണ്ടി കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിലൊന്ന് ചൂടാവുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതിട്ട് കൊടുക്കണം. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 കതുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരണം. ഉള്ളിയുടെ കളർ ഒന്ന് മാറണം. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗണൊന്നും ആവണ്ട. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ ഉള്ളിയുടെ നിറം ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ തക്കാളി ഒന്ന് പകുതി വഴന്നാൽ മതി. ഇപ്പോൾ തക്കാളി പകുതി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ഗ്രാം കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം തീയ്. ഈ വലിയ സൈസ് കൊഞ്ചാണെങ്കിൽ നിങ്ങളത് 2ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഒന്ന് 2 മിനിറ്റായ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റായി. ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണും കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് ഇത്രയും വേണ്ടാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഈ കൊഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. കൊഞ്ച് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചതാണ്. എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഈ സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കുഞ്ചു മസാല റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.